ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടൊമാറ്റോ കൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു ഡിഷ് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. തലേ ദിവസം ഇത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഇഡ്ഡലിയുടെ ദോശയുടെ കൂടെയൊക്കെ ചമ്മന്തിക്ക് പകരം ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതേമാതിരി സ്കൂൾ പോകുന്ന കുട്ടികൾക്ക്, ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. ചോറിൻ്റെ കൂടെയും ഇഡ്ഡലി ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം തുടച്ചെടുക്കാം. തീരെ വെള്ളമില്ലാതെ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാൻ പറ്റും. ഇനി തക്കാളി മുറിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലുള്ള നെട്ടുഭാഗം കളഞ്ഞിട്ട് ഒരു 3-4 കഷ്ണമാക്കിയിട്ട് മുറിച്ച് മാറ്റാം. ഈ ഒരു ഡിഷ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. തീരെ വെള്ളമില്ലാതെ ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 മാസം കാലം പുറത്ത് തന്നെ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് സാധാ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കാം. പുളിയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 4 വെളുത്തുള്ളി അല്ലി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 5 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കളറുണ്ടാവും. അതേമാതിരി എരിവ് കുറച്ച് കുറവുമായിരിക്കും. നന്നായിട്ട് മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ടൈമിൽ തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇനി അധികം തീ ഉള്ള ഫ്ലെയിം ആണെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നേരത്തെ തക്കാളി വേവിച്ച് വെച്ചിരുന്നില്ലേ? ഇനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതിൽ നോക്കൂ, നമ്മൾ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല, പക്ഷേ ധാരാളം വെള്ളം ഇതിലുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയത് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത തക്കാളി നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളി അരക്കേണ്ടതും തീരെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കാം.
ഏറ്റവും അവസാനമായി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ മധുരവും പുളിയും എരിവും എല്ലാം ബാലൻസ് ചെയ്യുന്നതായിരിക്കും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൽ എന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നാൽ കുറേ ദിവസം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു തരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു റെസിപ്പിയെ തക്കാളി ചട്നി എന്നോ അല്ലെങ്കിൽ തക്കാളി ചമ്മന്തി എന്നോ തക്കാളി പിക്കിൾ എന്നോ വിളിക്കാവുന്നതാണ്. നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇനി ഇത് ഇട്ട് വെക്കുന്ന പാത്രവും നന്നായിട്ട് തുടച്ചിട്ട് വേണം ഇട്ട് വെക്കാൻ. അതേമാതിരി ഇത് നന്നായിട്ട് തണിയണം. തണിയാതെ ഒരിക്കലും കുപ്പിയിൽ ഇട്ട് വെക്കരുത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറക്കരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.